നമസ്കാരം, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. ഈയിടെയായിട്ട് എൻ്റെ അടുത്ത് വളരെയധികം ചോദിച്ചു വരുന്ന ഒരു സംശയമാണ്, എന്താണ് ക്വയറ്റ് ബി പി ഡി അതുപോലെ തന്നെ ഹൈ ഫങ്ഷനിങ് ബി പി ഡി എന്ന് പറയുന്നത്? എന്താണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? ഇവയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്വയറ്റ് ബി പി ഡി അതുപോലെ തന്നെ ഹൈ ഫങ്ഷനിങ് ബി പി ഡി എന്ന് പറയുന്ന ഒഫീഷ്യലായിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഇല്ല. പക്ഷേ ചില ആൾക്കാരുടെ ഒരു ബി പി ഡിയിലുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ള സവിശേഷതയെ തരംതിരിക്കാനായിട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ടേം റെഫർ ചെയ്യാറുണ്ട്. ക്വയറ്റ് ബി പി ഡിയെ കുറിച്ച് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അവരുടെ ആ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് കൂടുതൽ സിംറ്റംസ് അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ അടുത്ത് സിംറ്റംസ് പ്രകടിപ്പിക്കുന്നതിന് പകരം അവർ കൂടുതലും ഉള്ളിലേക്ക് ഒതുങ്ങി ഉൾവലിഞ്ഞ് അല്ലെങ്കിൽ ഉള്ളിലോട്ട് കാണിക്കുന്ന തരത്തിലായിരിക്കും അവരുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ബി പി ഡി അനുഭവിക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്ന സാഡ്നസ്, ഷെയിം, ഗിൽട്ട് മുതലായവയൊക്കെ ഇവർക്ക് സ്വയം ഉള്ളിലോട്ടാണ് തോന്നുന്നത്. അതായത് ഇവർ സ്വയം വളരെ സെൽഫ് ക്രിട്ടിക്കലായിട്ടും സേഡായിട്ടും ഉൾവലിഞ്ഞിട്ട് പരിപാടികളിലും മറ്റും അധികം പങ്കെടുക്കാതെ വളരെ ക്രിട്ടിക്കലായി നെഗറ്റീവായി തിങ്ക് ചെയ്ത് മൂഡ് ഡൗണായി മുന്നോട്ട് പോകുന്ന തരത്തിലായിരിക്കും ഇവരുണ്ടായിരിക്കുക. അതേസമയം ഹൈ ഫങ്ഷനിങ് ബി പി ഡി എന്ന് പറയുമ്പോൾ അവർ പൊതുവെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ലഭിക്കുന്ന ജോലികളും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതേസമയം ക്വയറ്റ് ബി പി ഡിക്കാർ പലപ്പോഴും കാര്യങ്ങളിൽ നിന്നും പിന്മാറുകയും അല്ലെങ്കിൽ ഉൾവലിഞ്ഞ് നിൽക്കുന്നത് മൂലം അവർ അത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് കാണാൻ സാധിക്കാറില്ല. ക്വയറ്റ് ബി പി ഡി ഉള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഹൈ ഫങ്ഷനിങ് ബി പി ഡി ഉള്ള ആൾക്കാർ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള ജോബ് പൊസിഷനൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇവർക്കും ബി പി ഡിയുടെ കാതലായിട്ടുള്ള സിംറ്റം അനുഭവിക്കപ്പെടുന്നുണ്ട്. അതായത് ഇവർക്കും സാഡ്നെസ്സും അതുപോലെ തന്നെ ഷെയിമും ഒരു വലിയ എംപ്റ്റിനെസ്സും അൺസ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സും ഇമോഷൻസും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഇവയൊക്കെ ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ സാധിക്കുകയും അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. സോ രണ്ടുപേർക്കും ഇത്തരത്തിലുള്ള ബി പി ഡിയുടെ ഭാഗമായിട്ടുള്ള കാതലായിട്ടുള്ള സിംറ്റംസ്, ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി, അൺസ്റ്റേബിൾ റിലേഷൻഷിപ്സ്, കൈൻഡ് ഓഫ് ഫീലിങ്സ് ഓഫ് ഷെയിം, ഗിൽട്ട് മുതലായ സിംറ്റംസ് ഒക്കെയും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഹൈ ഫങ്ഷനിങ്കാർ കുറച്ചും കൂടി അതിനെ സമൂഹത്തിൻ്റെ ദൃഷ്ടിയോട് നോക്കി കാണുമ്പോൾ അതിനെ ജീവിതത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവർക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്കുണ്ടാകുന്ന ദേഷ്യവും അല്ലെങ്കിൽ ആ കുറച്ചിലുള്ള തോന്നലുകളും ആ ആങ്കർ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാം. ഹൈ ഫങ്ഷനിങ്കാർ കൂടുതലായിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ലാഷ് ഔട്ട് ചെയ്യുകയും മറ്റുള്ളവരുടെ അടുത്ത് ചൂടാവുകയും മറ്റുള്ളവരുടെ അടുത്ത് പൊട്ടിത്തെറിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇവയാണ് പ്രധാനമായിട്ടും ക്വയറ്റ് ഫങ്ഷനിങ് ബി പി ഡി ഉള്ളവരും ഹൈ ഫങ്ഷനിങ് ബി പി ഡി ഉള്ളവരുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ക്വയറ്റ് ബി പി ഡി ആസ് വെൽ ആസ് ഹൈ ഫങ്ഷനിങ് ബി പി ഡി ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഒറ്റവരിലോട്ടും മറ്റും എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഇത്തരത്തിലുള്ള വീഡിയോകൾ മാനസികാരോഗ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അവ ഇമ്പ്രൂവ് ചെയ്യുന്നതിനുമായിട്ടുള്ള സ്കില്ലുകളും മറ്റും പഠിച്ചെടുക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. കേട്ടതിന് എല്ലാവർക്കും നന്ദി. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.